ഞങ്ങൾ ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് MBA പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം ഞങ്ങളുടെ മീറ്റ് ദ ടൈക്കൂൺ എന്ന സ്റ്റഡി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോർട്ട് ഗുഡ് ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് എന്ന കമ്പനിയുടെ CEOയും ഫൗണ്ടറുമായിട്ടുള്ള മിസ്റ്റർ ദിനേഷ് സാറുമായിട്ടൊരു ഇൻ്റർവ്യൂക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ കൂടെ രണ്ടുപേര് തെരേസ ബിജു അവന്തിക ഐയുമാണ്. നമുക്ക് സാറിൻ്റെ MBA പ്രോഗ്രാം ചെയ്ത സമയത്ത് ഫിനാൻസിലായിരുന്നു സ്പെഷ്യലൈസേഷൻ നടത്തിയെന്നാണ് നമ്മൾ സാറിനെ പറ്റി ഗ്രൗണ്ട് വർക്ക് ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഫിനാൻസിൽ നിന്ന് ലോജിസ്റ്റിക്സിലേക്കുള്ളൊരു യാത്ര എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ 2010 ക്യാമ്പസ് വഴി തന്നെയാണ് എനിക്ക് ഖത്തറിലൊരു ഓഫർ കിട്ടിയത് അക്കൗണ്ടൻ്റായിട്ട്. ഫോർച്യുനേറ്റ്ലി അതൊരു ലോജിസ്റ്റിക്സ് ഫേമിൻ്റെ അക്കൗണ്ടിങ് ആയിരുന്നു. അപ്പോൾ ആ ഇനീഷ്യൽ കമ്പനിയുടെ ഒരു സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു 2010 എന്ന് പറയുന്നത്. ആ ടൈമിൽ കമ്പനിയിൽ അധികം വർക്കൊന്നുമില്ല, അക്കൗണ്ട്സിൽ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. സോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥത എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഓപ്പറേഷൻ്റെ ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അക്കൗണ്ട്സും ഓപ്പറേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് ഈ അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഒരു മാക്സിമം കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ലോങ് ടൈമിലോട്ടായിരിക്കും. അതായത് നമ്മളൊരു 5-6 വർഷം ഇരുന്ന് സീനിയറായാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഫീൽഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ലോജിസ്റ്റിക്സിനകത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പറേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉള്ള നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് കൺസൾട്ട് ചെയ്തപ്പോൾ ഏറ്റവും നല്ലത് ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പറേഷനാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനൊരു ലോജിസ്റ്റിലോട്ട് കയറിയതാണ്. പിന്നെ ഞാൻ ആദ്യമേ കയറുന്നത് വെറും എക്സിക്യൂട്ടീവായിട്ടായിരുന്നു കയറിയത്. ഒരു 3 വർഷം കൊണ്ട് ഞാനവിടെ ഓപ്പറേഷൻ്റെ ഹെഡായി, സൈറ്റ് മാനേജറായി. ദെൻ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഓപ്പറേഷൻ മാനേജറായിട്ടാണ് റിസൈൻ ചെയ്തത്. സ്റ്റിൽ ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ എന്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റും. നമ്മൾ ആദ്യം ഒരു മാനേജർ പൊസിഷനോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ടോപ്പിലെ കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ഗ്രൗണ്ട് വർക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഗ്രൗണ്ട് വർക്ക് മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോജിസ്റ്റിക്സിൽ. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ എവിടെയൊക്കെ നമ്മുടെ ബിസിനസ്സിന് ഷിപ്മെന്റും ഓപ്പറേഷൻസ് ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട്? ഇന്ത്യയിൽ എവിടെയൊക്കെ? നമ്മുടെ ഹെഡ് ഓഫീസ് 2000 ഇപ്പം 4 വർഷമായി നമ്മൾ കമ്പനി പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് സൗദി അറേബ്യയിൽ കോബാറായിരുന്നു ഹെഡ് ഓഫീസ്. വിത്തിൻ 1 ഇയർ ടൈമിൽ തന്നെ സൗദിയിൽ നമ്മൾ 3 ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് റിയാദ്, ജുബൈൽ ആൻഡ് ജദ്ദ. അതിനുശേഷം ആഫ്റ്റർ പിന്നെയും ഒരു 1 ഇയർ എടുത്തു നമ്മൾ ബഹ്റൈൻ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ദ സെയിം ഇയറിൽ തന്നെ നമ്മൾ ദുബായ്, ദെൻ നൗ വി സ്റ്റാർട്ടഡ് ഇന്ത്യ ആസ് വെൽ 1 ഇയർ ആയി. സോ ടോട്ടലി നമുക്കിപ്പം 7 ബ്രാഞ്ചുകളാണ് ഉള്ളത് കറണ്ടിൽ. നമ്മൾ ഒരു ജർമ്മനിയും ഒരു ബെൽജിയം ഓഫീസിൻ്റെ പ്ലാനിങ്ങിലാണ്. സാർ ബിസിനസ് തുടങ്ങി 4 വർഷമായെന്ന് പറഞ്ഞത്. അപ്പോൾ സാറിൻ്റെ ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ട്രസ്റ്റഡ് എംപ്ലോയീസ്. ഒന്ന് ഇതായിട്ട് ആക്ച്വലി നമ്മളിപ്പം ഏത് ബിസിനസ്സിനകത്തും നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നു. ഈ 3 പേരിനകത്ത് ഞാൻ ആക്ച്വലി ഒരു 11 ഇയേഴ്സ് ലോജിസ്റ്റിക്സ് എക്സ്പീരിയൻസ് ആയിട്ട് കയറിയതാണ്. അതായത് ആ ടൈമിൽ ഞാൻ പ്രൈസിങ്, ഓപ്പറേഷൻസ്, അക്കൗണ്ട്സ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു. നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കയറിയപ്പോഴത്തേക്ക് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമുക്ക് കിട്ടി. ബട്ട് അതിനകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നമുക്ക് ഞാൻ ഫേസ് ചെയ്തത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ എംപ്ലോയീസ് ട്രാൻസ്ഫർ, അതായത് ഇപ്പം നമ്മളൊരു 8,000 രൂപയാണ് സാലറി പാക്കേജ് കൊടുക്കുന്നെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്ക് 15,000 കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട് മേ ബി. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ഇവർ വേറെ ഇതിലോട്ട് മാറും. അപ്പോൾ നമ്മുടെ ഡേറ്റാസ് ട്രാൻസ്ഫർ ആവും. നമ്മുടെ കസ്റ്റമർ ഡേറ്റാബേസ്, നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റാബേസ്, ഇതെല്ലാം നമുക്ക് ട്രാൻസ്ഫർ ആവും. അതാണ് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഓട്ടോമേഷൻ ലോജിസ്റ്റിക്സിൽ ഇന്ന് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അകത്ത് ലോജിസ്റ്റിക്സിനകത്ത് ഇപ്പം നമുക്കൊരു ഇപ്പം എന്തുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ടും ലോജിസ്റ്റിക്സ് ഇൻട്രസ്റ്റ് ആവും എന്നതിൻ്റെ മെയിൻ ഒരു ആൻസർ എന്ന് പറയുന്നത് കരിയർ ഗ്രോത്ത് ആണ്. ഈ കരിയർ ഗ്രോത്തിനകത്ത് തന്നെ നമുക്കൊരു പല ഡിവിഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ലോജിസ്റ്റിക്സിനകത്ത് ഹൈ ഡിമാൻഡാണ്. ദാറ്റ് മീൻസ് എസെൻഷ്യൽസ് ലൈക്ക് വി ക്യാൻ സേ ദാറ്റ് ഫുഡ് ആൻഡ് മെഡിസിൻസ് വി ആർ സപ്ലൈയിങ് ദ ഡിസ്ട്രിബ്യൂട്ടിങ്. ദാറ്റ് മീൻസ് വെന്നവർ, അതായത് എപ്പോഴൊക്കെയാണോ നമ്മൾക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ നിന്ന് പോകുന്നത് എന്നാൽ മാത്രമേ ലോജിസ്റ്റിക്സിൻ്റെ ആ ഒരു അവസരം നമുക്ക് കുറയത്തുള്ളൂ. അതൊരിക്കലും നമുക്ക് ഫുഡും മെഡിസിനും ഇല്ലാതെ നമുക്ക് ഒരിക്കലും നിൽക്കത്തില്ല. ദാറ്റ് മീൻസ് ലോജിസ്റ്റിക്സ് ഈസ് വെരി എസെൻഷ്യൽ. ഇതിനകത്ത് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ആകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പം വേറൊരു ഫീൽഡ് നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ തന്നെ എടുക്കാം. ഈ ഓട്ടോമൊബൈലിനകത്തൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്താലും അവസരം കിട്ടുന്നത്. പക്ഷേ ലോജിസ്റ്റിക്സിനകത്ത് അത് അത്രത്തോളം ഇല്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ഒരു വിശ്വാസം. കാരണം ഇത് മാൻ പവറായിട്ട് ചെയ്യേണ്ടത് മാൻ പവർ തന്നെ ചെയ്യണം. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചർ മെറ്റീരിയൽ ഇറ്റലിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നു. ഇതിൻ്റെ ഫൈനൽ കൺസ്യൂമർ, അതായത് കസ്റ്റമർ ഇരിക്കുന്നത് മേ ബി ഇന്ത്യയിലായിരിക്കും. ഈ സാധനം, അതായത് ഈ ഇറ്റലിയിൽ ഇരിക്കുന്ന ഒരു സാധനം മാനുഫാക്ചറിൻ്റെ അവിടെ നിന്ന് നമ്മൾ, അതായത് ലോജിസ്റ്റിക്സ് ആസ് എ മിഡിൽ മാൻ പീപ്പിൾ, വി ഹാവ് ടു സെൻഡ് ദിസ് മെറ്റീരിയൽ ഫ്രം ഇറ്റലി ടു ഇന്ത്യ. ദ പ്രൊസീജിയർ ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം നമുക്ക്, അതായത് മിഡിൽ മാൻ നമ്മളാണ്. ഈ കസ്റ്റമർ നമ്മളെ
അപ്രോച്ച് ചെയ്യും. ഓക്കെ, നമുക്ക് ഇറ്റലിയിൽ ഒരു മെറ്റീരിയൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, ഈ സാധനം നമുക്ക് ഇവിടെ ഇന്ത്യയിൽ എത്തിക്കണം. സോ നമുക്ക് ഇറ്റലിയിൽ ഓഫീസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇറ്റലിയിൽ നമുക്ക് ഒരു തേർഡ് പാർട്ടി ഓഫീസ് കാണും. ആ തേർഡ് പാർട്ടി ഓഫീസ് എന്താ ചെയ്യുക, അവർ നമ്മുടെ സപ്ലയറിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് ആ മെറ്റീരിയൽ പിക്കപ്പ് ചെയ്യും. പിക്കപ്പ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ദർ ഇസ് 2 way of mode. എയർ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദയർ, സീ ട്രാൻസ്പോർട്ടേഷൻ ഈസ്. ഇപ്പോൾ എയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർലൈനെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ സപ്പോസ് എമിറേറ്റ്സോ ഖത്തറോ വട്ടോറിറ്റി, നമ്മൾ അതിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ മെറ്റീരിയലിൻ്റെ എക്സ്പോർട്ട് ക്ലിയറൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സാധനം അവിടെ നിന്ന് പിക്ക് ചെയ്ത് എയർലൈനെ ഹാൻഡ് ഓവർ ചെയ്യും. ബിറ്റ്വീൻ ദീസ് ടൈമിൽ സോ മെനി ഡോക്യുമെന്റേഷൻ പർപ്പസ് ഉണ്ട്. അതായത് എക്സ്പോർട്ട് ഒരു സാധനം ഏതൊരു രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. ഇത് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എവിടെയാണോ മേക്ക് ചെയ്തത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ഈ 3 ഡോക്യുമെന്റ്സുകൾ കഴിഞ്ഞ് കസ്റ്റംസ് ക്ലിയറൻസും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എയർലൈനിൽ. അതിനുശേഷം എയർലൈൻ ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇന്ത്യയിൽ എത്തിച്ചു. ഇന്ത്യയിൽ ഇപ്പോൾ പർട്ടിക്കുലർലി ഇപ്പം മുംബൈ എയർപോർട്ടാണെങ്കിൽ മുംബൈ എയർപോർട്ടിൽ എത്തിച്ചു. ഈ മുംബൈ എയർപോർട്ടിൽ എത്തിച്ചതിന് ശേഷം ഈ സാധനം ഇറങ്ങി വരില്ല. അതിനുശേഷം ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി അടക്കണം, അവിടുത്തെ ക്ലിയറൻസ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഇവിടെ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എക്ക് എത്രത്തോളം നടക്കുമെന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ഇത് ഓരോ വ്യക്തികൾ തന്നെ ഇന്ന് ചെയ്യേണ്ടതാണ്. പിന്നെ ഫ്യൂച്ചറിൽ ആയിക്കൂടാന്നില്ല, പക്ഷേ ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ദ മാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇവിടെ ലോ ആണെന്ന്, അപ്പോഴത്തേക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ ഞങ്ങൾക്ക് അത് കൂടുതലും സ്കോപ്പ് വരുന്നുണ്ടെന്നല്ലേ പറയുന്നത്? ലോജിസ്റ്റിക്സിനകത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വളരെ വളരെ ഹൈ ആണ്. ഞാൻ നേരത്തെ 2-3 പോയിന്റ് പറഞ്ഞു. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഞാൻ പറയാം, ഒരു രാജ്യത്തിന്റെ ബാക്ക് ബോൺ ഓഫ് ദി എക്കോണമി എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആണ്. ദാറ്റ് മീൻസ് ഗ്ലോബൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏത് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, അതുവരെ ലോജിസ്റ്റിക്സിന്റെ ഓപ്ഷൻസ്. ഇപ്പോൾ നടക്കുന്ന ട്രംപിന്റെ ഇഷ്യൂ നടക്കുന്നുണ്ട്, ചൈനയുടെ ഇഷ്യൂ നടക്കുന്നുണ്ട്, റഷ്യയുടെ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഇതെല്ലാം ബാധിക്കുന്ന അതാത് രാജ്യങ്ങളുടെ എക്കോണമിയാണ്. ഇപ്പം റഷ്യ പറയുകയാണ് അല്ലെങ്കിൽ ചൈന പറയുകയാണ് ഞങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ എക്കോണമി എന്ന് പറയുന്നത് വളരെ താന്നു. അതുപോലെ ഈ സാധനം ഇപ്പം പർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം മുംബൈ എയർപോർട്ടിൽ പെർ ഡേ ഒരു 9,000 to 10,000 ഷിപ്മെന്റുകളാണ് അറൈവ് ആവുന്നത് പെർ ഡേ. ദാറ്റ് മീൻസ് ഈ 10,000 ഷിപ്മെന്റിന് നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി താരിഫ് എന്ന് പറയുന്നത് 18%, 15%. അതായത് എത്രയാണോ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് വാല്യൂ അതിന്റെ ഇത്രയും % ഡ്യൂട്ടിയാണ്. ദാറ്റ് മീൻസ് പെർ ഡേ രാജ്യത്തിന് വരുന്ന വരുമാനം എന്താണ് പെർ എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ സീപോർട്ടിൽ നിന്ന്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ടും ആൾക്കാർ വേണ്ടേ. നമ്മുടെ ഈ ലോജിസ്റ്റിക്സിനകത്ത് ഒരു വൈറ്റ് കോളർ ജോബ് മാത്രമല്ല ഉള്ളത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെയർ ഹൗസിംഗ് ജോബുണ്ട്, ലേബേഴ്സ് ഉണ്ട്, ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്, ഇതുപോലുള്ള കുറേ ജോബുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതും ഇപ്പം ഞാനിപ്പോൾ MBA കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വൈറ്റ് കോളർ ജോബ് വേറെ രീതിയിലുണ്ട്. ഈ MBA കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഡിഗ്രി പോലും ആവാത്തവർക്ക് വേറെ ജോലികളില്ല. അപ്പോൾ ദാറ്റ് മീൻസ് ഇതെല്ലാം ലോജിസ്റ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ലോജിസ്റ്റിക്സ് അണ്ടറിൽ വരുന്നതാണ് വെയർ ഹൗസിംഗ് വരുന്നത്, ഇൻ ആൻഡ് ഔട്ട് ഷിപ്മെന്റുകൾ വരുന്നു, ട്രക്ക് ഡ്രൈവേഴ്സ് വരുന്നു, ഫോക്ക്ലിഫ്റ്റ് യൂസേഴ്സ് വരുന്നു, വെയർ ഹൗസിൻ്റെ ബിൽഡിംഗ് വരുന്നു. ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ദാറ്റ് മീൻസ് എന്തായാലും ജോബ് ഓപ്പർച്യൂണിറ്റി വെരി ഹൈ എന്ന് തന്നെ. പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വേറെ ഏതൊരാളും നൽകാവുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോജിസ്റ്റിക്സ് മാത്രമല്ല ഏതൊരു ഫീൽഡിലായാലും ഡെഡിക്കേറ്റഡ് ആണ് മെയിൻ. ഡെഡിക്കേഷൻ ആൻഡ് ടൈം. നമ്മൾ 24 hours-നകത്ത് 8 hours ജോലി ചെയ്തോളൂ. ഈവൻ ഞാനിപ്പോൾ ഓണേഴ്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈവൻ എംപ്ലോയീസ് ആയിട്ട് നിൽക്കുന്നവരും ഇനിഷ്യൽ സ്റ്റേജിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർക്കൊരു കരിയർ ഗ്രോത്ത് ഞാൻ ഒരിക്കലും പ്രോമിസ് ചെയ്യില്ല. ബട്ട് ദ സെയിം ടൈമിൽ ഇപ്പം ഓക്കെ ഒരു കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചിലപ്പോൾ ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിക്കൂർ, ഇത് എല്ലാ ദിവസവും ഞാൻ പറയില്ല, സംടൈംസ് അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ആൾക്കാർക്ക് കരിയർ ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അപ്പം ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ടൈമും ആറ്റിറ്റ്യൂഡും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് കൺട്രോൾ ചെയ്യും. അപ്പം നമുക്കൊന്ന് ഉയർന്നു വരണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ടൈം കൺസ്യൂം ചെയ്യരുത്. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. എത്രത്തോളം നോളജ് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ ആ ഫീൽഡിൽ നിന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്തൊരു ലെവലുണ്ട്, ആ ലെവൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ എൻട്രി ലെവലാണ് അല്ലേ. ഈ എൻട്രി ലെവൽ നമ്മൾ സൂപ്പർവൈസർ ലെവലാണോ, മാനേജർ ലെവലാണോ, മാനേജ്മെന്റ് ലെവലാണോ, ഈ ഒരു 4 കാറ്റഗറികളുണ്ട്. ഈ കാറ്റഗറിയിൽ ഫസ്റ്റത്തെ ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് അടുത്ത ദിവസം അടുത്ത ലെവലിലോട്ട് കയറണമെങ്കിൽ നടക്കില്ല. നമ്മളെ ഡെഡിക്കേഷൻ കൊടുക്കുക, ആറ്റിറ്റ്യൂഡ് നമ്മൾ നല്ലതായിരിക്കണം. നമ്മുടെ സബോർഡിനേറ്റിൻ്റെ അടുത്ത്, നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി പെർഫെക്റ്റ് ആയിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയായിരിക്കും. എല്ലാം ഇഷ്ടപ്പെടണമെന്നും പറയുന്നില്ല, ബട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ലോജിസ്റ്റിക്സിലാണെങ്കിൽ 100% അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയായിരിക്കും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കാരണം പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച കണക്ക് തന്നെ
ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ബിസിനസ് ഗ്ലോബൽ ട്രേഡ് നടക്കുന്ന ഒരു ഏരിയ വേറെ ഇല്ല. ഇപ്പം ഇപ്പം എം ബി എ കഴിഞ്ഞ എസ്പെഷ്യലി എം ബി എ കഴിഞ്ഞ സ്റ്റാഫിനാണ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റാർട്ടപ്പ് റണ്ണിങ് ബിസിനസ് വേണമെങ്കിലും ആ ഒരു സ്റ്റേജിൽ നടക്കാം. ബട്ട് അവരുടെ കയ്യിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണം. അതെല്ലാം നമ്മൾ ചുമ്മാ ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100% ട്രസ്റ്റഡ് ആണോ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ലോജിസ്റ്റിക്സിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും വളരെ കുറവാണ് ഇനിഷ്യൽ സ്റ്റേജിൽ. പിന്നീട് നമ്മൾ എത്രത്തോളം ബ്രാഞ്ചുകൾ കയറും അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസിനെ അടുത്ത് കയറും. നമുക്ക് 3 സ്റ്റാഫായിരുന്നു ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് 39 സ്റ്റാഫുണ്ട്. അപ്പം ഇത്രയും സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മാസം നമുക്കൊരു തവണപ്പെട വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പിനായിട്ട് നമുക്കൊരു സ്ട്രോങ് ആൾക്കാർ വേണം. വേണ്ടി ഇത്രയും ടൈം ഡെഡിക്കേറ്റ് ചെയ്തതിനും ലോജിസ്റ്റിക്സിനെ കുറിച്ചും ബിസിനസ് ഓപ്പറേഷൻസിനെ കുറിച്ചും ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. സോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു. ആൻഡ് ഈ ഒരു സമയം നിങ്ങളും ചിലവൊക്കെ ഇവിടെ വന്ന് നിങ്ങളുടെ ഒരു പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് ഇവിടെ വന്നതിനകത്ത് ഞാനും എൻ്റെ നന്ദി അറിയിച്ചു.